ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉറക്കം നഷ്ടപ്പെട്ടാൽ മനുഷ്യ ശരീരത്തിന് എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും നാം നിസ്സാരമായി കാണുന്നതുമായ ഒരു പ്രക്രിയയാണ് ഉറക്കം. കേവലം ഒരു വിശ്രമവേള എന്നതിലുപരി ശരീരത്തിൻ്റെയും തലച്ചോറിൻ്റെയും സുഗമമായ പ്രവർത്തനത്തിന് ഉറക്കം അത്യന്താപേക്ഷിതമാണ്. ഒരു വ്യക്തിക്ക് ഉറക്കം എന്നേക്കുമായി നഷ്ടപ്പെട്ടാൽ അത് അയാളുടെ ശാരീരികവും മാനസികവുമായ തകർച്ചയ്ക്കും ഒടുവിൽ മരണത്തിനും കാരണമാകും. ഉറക്കത്തിൻ്റെ പ്രാധാന്യം നാം ഉറങ്ങുമ്പോൾ ശരീരം നിശ്ചലമാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ സങ്കീർണമായ പല ജോലികളും നടക്കുന്നുണ്ട്. തലച്ചോർ അന്നത്തെ ഓർമ്മകളെ ക്രമീകരിക്കുകയും ആവശ്യമില്ലാത്തവ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, സെൽ റിപ്പയർ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൽ, ഹോർമോൺ സന്തുലിതാവസ്ഥ നിലനിർത്തൽ എന്നിവയും ഈ സമയത്താണ് നടക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് ശരീരത്തെ സജ്ജമാക്കുന്ന ഒരു റിസെറ്റ് പ്രക്രിയയാണിത്. ഉറക്കമില്ലായ്മയുടെ ഘട്ടങ്ങൾ ആദ്യ 24 മണിക്കൂർ. തുടക്കത്തിൽ വലിയ മാറ്റങ്ങൾ പ്രകടമായില്ലെങ്കിലും ശരീരം ചെറിയ തോതിൽ തളർച്ച കാണിച്ചു തുടങ്ങും. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടും പ്രവർത്തന വേഗതയിൽ നേരിയ കുറവും അനുഭവപ്പെടാം. ഇത് പലരും സാധാരണയായി അനുഭവിക്കാറുള്ള ഒന്നാണെങ്കിലും തലച്ചോറിൻ്റെ കാര്യക്ഷമത കുറഞ്ഞു തുടങ്ങുന്നതിൻ്റെ ലക്ഷണമാണിത്. 48 മുതൽ 72 മണിക്കൂർ വരെ ഉറങ്ങാതിരുന്നാൽ ഇനി എന്ത് സംഭവിക്കും നോക്കാം. 2 ദിവസം പിന്നിടുമ്പോൾ തലച്ചോറിൻ്റെ നിയന്ത്രണം കുറയുന്നു. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരികയും ചെയ്യുന്നു. 3-ാം ദിവസം എത്തുമ്പോഴേക്കും വ്യക്തിക്ക് മിഥ്യാഭ്രമങ്ങൾ, ഹാലൂസിനേഷൻസ് ഉണ്ടായി തുടങ്ങും. ഉണർന്നിരിക്കുമ്പോൾ തന്നെ സ്വപ്നങ്ങൾ കാണുന്ന മൈക്രോ ഡ്രീംസ് എന്ന അവസ്ഥയിലേക്ക് തലച്ചോർ വഴുതി വീഴുന്നു. ഇത് യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടുത്തുന്ന അത്യന്തം അപകടകരമായ അവസ്ഥയാണ്. 1 ആഴ്ച പിന്നിടുമ്പോൾ ഈ ഘട്ടത്തിൽ ശരീരം പൂർണ്ണമായും പരാജയപ്പെടുന്നു. രോഗപ്രതിരോധ ശേഷി തകരുന്നതിനാൽ അണുബാധകൾ ഉണ്ടാകാൻ സാധ്യതയേറുന്നു. ഹൃദയമിടിപ്പ് അസ്ഥിരമാവുകയും ശാരീരിക ഏകോപനം നഷ്ടപ്പെടുകയും ചെയ്യും. സംസാരിക്കാനോ ലളിതമായ കാര്യങ്ങൾ ചെയ്യാനോ പോലും പ്രയാസം നേരിടും. തലച്ചോറിലെ വിഷാംശങ്ങൾ, തലച്ചോറിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ലിംഫാറ്റിക് സിസ്റ്റം ഉറക്കത്തിലാണ് ഏറ്റവും സജീവമാകുന്നത്. ഉറക്കം ലഭിക്കാതെ വരുമ്പോൾ തലച്ചോറിൽ വിഷാംശങ്ങൾ അടിഞ്ഞുകൂടുകയും ഇത് നാഡീവ്യൂഹത്തെ തകരാറിലാക്കുകയും ചെയ്യുന്നു. ഇത് ചിന്താശേഷിയെയും ഓർമ്മശക്തിയെയും എന്നേക്കുമായി നശിപ്പിക്കാൻ കാരണമാകും. മാരകമായ അവസ്ഥയിൽ ഫേറ്റൽ ഇൻസോനിയ, ഉറക്കം പൂർണ്ണമായും നഷ്ടപ്പെടുന്നത് മരണത്തിന് കാരണമാകുമെന്ന് തെളിയിക്കുന്ന ഒന്നാണ് ഫേറ്റൽ ഫെമിലിയൽ ഇൻസോംനിയ എന്ന അപൂർവ രോഗം. ഈ രോഗം ബാധിച്ചവർക്ക് ക്രമേണ ഉറക്കം പൂർണ്ണമായും നഷ്ടപ്പെടുകയും അത് അവരുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. ഉറക്കം എന്നത് സമയം പാഴാക്കലല്ല, മറിച്ച് ജീവൻ നിലനിർത്താനുള്ള ഒരു അത്യാവശ്യ ഘടകമാണ്. കൂടുതൽ സമയം ലഭിക്കാനായി ഉറക്കം ഒഴിവാക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യൂ. ചുരുക്കത്തിൽ ഉറക്കമില്ലാത്ത ഒരു ജീവിതം മനുഷ്യ ശരീരത്തിന് അസാധ്യമാണ്. ഇപ്പോൾ ഗൈസ്, നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് വരുന്ന കോൺസിക്വൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയ കണ്ടൻറ്റായിട്ട് നമുക്ക് വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ ബൈ.